ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് UPA സർക്കാർ കൊണ്ടുവന്നതിന്റെ ഒരു ഗുണഫലവും കേരളത്തിലെ ജനങ്ങൾ ഗുണം കിട്ടിയില്ലെങ്കിൽ AKG സെന്ററിൽ ബക്കറ്റ് പിരിവെടുക്കുന്ന പണം വീതം വെച്ച് കൊടുത്താണോ ഈ ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുത്തത്? നിങ്ങൾ എവിടെന്നാണ് ഈ പണം കൊടുത്തത്? എങ്ങനെയാ കൊടുത്തത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പണം കൊടുത്തത്? പണ്ടൊക്കെ ഒരു സെന്റിന് 23,000 രൂപയൊക്കെ കൊടുത്ത സമയത്ത് ഇപ്പൊ 10 ലക്ഷവും അതിലധികവും ആളുകൾക്ക് കിട്ടുന്ന എങ്ങനെയാ? അർഹമായ കോമ്പൻസേഷൻ നടപ്പ് വിലയനുസരിച്ച്, നാട്ടു നടപ്പ് വിലയനുസരിച്ച് ഭൂമിക്ക് കിട്ടിയപ്പോഴല്ലേ ഭൂമി കിട്ടിയത്. ഇനി സമരം നടത്തിയത് ആരാ? ദേശീയപാത വികസനത്തിനെതിരായിട്ട് സമരം നടത്തിയ ആളുകൾ. ആ ദേശീയപാത വികസനം വീതി കുറയ്ക്കണം എന്ന് അവകാശപ്പെട്ട് ഒന്നിച്ചു പോയത് എന്തുകൊണ്ടാണ്? അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അന്നത്തെ CPM-ന്റെ നിലപാട് എന്താണെന്ന് അറിയാമല്ലോ. അപ്പൊ മുൻകാലങ്ങളിൽ നടന്നതിനൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് നിലപാട് പറയാൻ പാടില്ല. ഒരു കാര്യം കൂടി വേണം, എനിക്ക് 1 മിനിറ്റ് കൂടി തരണം. ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നിരന്തരം പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 600 രൂപയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 2011 മുതൽ 16 വരെ 600 രൂപ മാത്രമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് കുറെ കാലമായിട്ട് CPM പറയുന്നതാണ്. അരുൺകുമാറിനെ പോലുള്ള ആളുകളെ തിരുത്താമെന്നുള്ള വ്യാപകം എനിക്കില്ലെങ്കിലും 571/2014 എന്നുള്ള ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം 50 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും 800 രൂപയായിട്ട് പെൻഷൻ കൊടുത്തിരുന്നു 2014 മുതൽ. അതുപോലെ പല വിധത്തിലുള്ള പെൻഷൻ 1100 വെച്ച് കൊടുത്തിരുന്നു. വിവിധ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക് ക്ഷേമനിധി പെൻഷനും കൂടി വാങ്ങാനുള്ള അർഹതയുണ്ടെന്ന് പറഞ്ഞ് അതുകൂടി കൊടുക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. 1500 രൂപയാണ് 75 വയസ്സ് കഴിഞ്ഞ വൃദ്ധജനങ്ങൾക്ക് വാർദ്ധക്യകാല പെൻഷനായിട്ട് 2016 കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അരുൺകുമാർ ഈ രേഖകളൊക്കെ ഒന്ന് പരിശോധിക്കണം. വെറുതെ അങ്ങ് CPM-ന്റെ പോലെ തള്ളരുത്. മാത്രമല്ല അച്യുതാനന്ദന്റെ കാലത്ത് 14 ലക്ഷം പേർക്ക് മാത്രം കൊടുത്ത ക്ഷേമ പെൻഷൻ 34 ലക്ഷം പേർക്കായിട്ട് വർദ്ധിപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. നിങ്ങൾ അത് 64 ലക്ഷമാണെന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ ആളുകൾക്ക് അർഹതയുടെ എണ്ണം കൂടുമ്പോൾ അർഹതപ്പെട്ട ആളുകളെ പെടുത്തും. കാലാകാലങ്ങളിൽ 100 രൂപ വെച്ച് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് മേന്മയല്ല. അന്ന് 25 രൂപയുണ്ടായിരുന്ന അരിക്കുന്ന 50 രൂപയാ. അപ്പൊ വിലക്കയറ്റ തോതനുസരിച്ചിട്ട് ജീവിത നിലവാരം കൂടുന്നതനുസരിച്ചിട്ട് ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കുന്നത് ഒരു സർക്കാരിന്റെ മേന്മയല്ല അരുൺകുമാറെ. നമ്മുടെ ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നല്ല, ഈ പാവപ്പെട്ട മനുഷ്യരുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്. അപ്പൊ പറയുമ്പോൾ കള്ളം പറയാതിരിക്കാനുള്ള സാമാന്യ CPM-ന്റെ പ്രതിനിധി കാണിക്കും. അരുൺ ജിൻഡോ എല്ലാത്തിനും മറുപടി നൽകിയിട്ടുണ്ട്, അങ്ങേക്ക് പറയാം.